നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഭാമ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് കഥ തുറന്ന് ശ്രുതിയെ വിളിക്കുമ്പോൾ ശ്രുതി അവിടെയും കണ്ടില്ല. പെട്ടെന്ന് ഭാമ ആ, ഫാനയിലേക്കൊക്കെ നോക്കുവാണ്. ഭയങ്കര ടെൻഷനായി. ദൈവമേ, അവൾ ഇവിടെ കെട്ടി തൂങ്ങി ചാവൂന്നൊക്കെയാ പറഞ്ഞ്. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുവോ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചലറിക്കൊണ്ട് മുറി കൂടെ ഒക്കെ പാഞ്ഞു കിടക്കണം. ഒടുവിൽ നോക്കിക്കഴിഞ്ഞപ്പോ ആ കട്ടിലെ കിടക്കുന്നുണ്ടു. ചതിച്ചല്ലോ ഭഗവാനെ, ഇവൾ ആത്മഹത്യ ചെയ്തെന്നാ തോന്നുന്നത് പറഞ്ഞ് ഓടി അങ്ങോട്ട് വന്ന് നിലവിളിക്കണം. ആ ശബ്ദം കേട്ടോണ്ട് ശ്രുതി ചാടി എഴുന്നേറ്റു. എന്താ ആന്റി, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ നീ മരിച്ചില്ലേ? മരിക്കാനോ? ഞാനോ? അല്ല, നീയല്ലേ പറഞ്ഞേ ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ആകെപ്പാടെ ഭയന്നു പോയി. ഓ, ആന്റിയുടെ നിലവിളി കേട്ടിപ്പോ അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഓടി വന്നേനല്ലോ. എന്താ കാര്യം എന്താന്നൊക്കെ ഓർത്തിട്ട്. എന്റെ ശ്രുതി, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്റെ ആന്റി, ഞാൻ മരിക്കൂന്ന് പറഞ്ഞ എപ്പോഴാ? ആന്റി എന്റെ അമ്മായിമ്മയുടെ രഹസ്യങ്ങളൊക്കെ തിരക്കി എന്നോട് ഒന്ന് പറയാതിരുന്നെങ്കിലല്ലേ. ഇപ്പൊ ആന്റി കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ മരിക്കേണ്ട കാര്യമുണ്ടോ? ഓ, അത് ശരിയാണല്ലോ. അല്ല, എന്തായി? കൂടാരാളം കൂടെ ഉണ്ടായിരുന്നല്ലോ പോയപ്പോ. എന്നിട്ട് ആളെന്തിയെന്ന് ചോദിച്ചു. അതെ, ചന്ദ്ര വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. എന്നിട്ടോ പോയ കാര്യം സാധിച്ചോ? പിന്നെ ദേ ചരടൊക്കെ ജപിച്ചോണ്ടാ പോയിരിക്കുന്നത്. ഏലസും ഉണ്ട്. അത് ശ്രുതിയുടെ കയ്യെ കിട്ടുമ്പോ ശ്രുതിയെ വെറുക്കൂന്നാ പറയണേ. അതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ അങ്ങനെ കുറെ ശക്തികളുള്ള സ്വാമിമാരുണ്ട്. അത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതിക്ക് ടെൻഷനായി. ശ്രുതി പെട്ടെന്ന് ശരി ആന്റി, ഞാൻ പോയേക്കോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. ഭാമയ്ക്കാണെങ്കിലോ ശ്രുതി പോയി കഴിഞ്ഞപ്പോ ഒരു സമാധാനമായത്. അവളിനി ഇവിടെ എങ്ങാനും നിന്ന് എന്തെങ്കിലും കടുകൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ തൂങ്ങേണ്ട വരുമല്ലോ എന്റെ ഭഗവാനെ എന്നൊരു ചിന്തയായിരുന്നു ഭാമയുടെ മനസ്സിൽ. ആ സമയത്ത് വർഷം ഇങ്ങനെ മുറിയിരുന്ന് ആലോചിക്കോ. ദൈവമേ, പ്രസവിക്കാന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ വർഷയുടെ മനസ്സിൽ താൻ സീരിയലിന് വേണ്ടി ഡബ് ചെയ്ത ആ സ്ത്രീയുടെ കരച്ചിലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരുന്നു. അയ്യോ, എന്തൊരു വേദനയോട് കൂടിയിട്ട് അവര് കിടന്ന് കരഞ്ഞത്. എനിക്ക് പ്രസവിക്കണ്ട, ഞാൻ പ്രസവിക്കത്തില്ല, ഞാൻ എന്താണെങ്കിലും പ്രസവിക്കില്ല എന്നൊക്കെ വർഷ പറഞ്ഞിട്ട് മുറിയിൽ തന്നെ ഇരിക്കുക. വർഷയ്ക്ക് പുറത്തിറങ്ങാൻ പോലും തോന്നിയില്ല. ഈ സമയത്ത് രേവതി തന്നെ വന്നിരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനാണ് സച്ചിയുടെ വരവ്. സച്ചി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇതേ ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്ത്? ഇത് നോക്കാനും പറഞ്ഞുകൊണ്ട് ജിലേബി എടുത്തു. ജിലേബിയോ? അതെ, ഇത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇപ്പൊ വേണ്ട സച്ചിയേട്ടാ, അതവിടെ കൊണ്ടുപോയി വെച്ചേരെ. എന്താ, ഞാൻ തന്ന നിനക്ക് കഴിക്കാൻ പറ്റില്ലേ? എന്റെ സച്ചിയേട്ട ഇപ്പൊ വേണ്ടാത്തോണ്ട. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇത്തിരി അങ്ങോട്ട് കൊണ്ട് വയലേക്ക് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും രേവതി ചുറ്റും നോക്കുവാണ്. എന്താ? ഒന്നുമില്ല. ഓ, ഇത് കൂട്ടുകുടുംബാന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും. അതെ, കൂട്ടുകുടുംബാന്ന് പറഞ്ഞോണ്ടേ ജിലേബി ഇന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് നിനക്ക് തന്നിട്ടോളെന്നും പറഞ്ഞോണ്ട് ബലം പിടിക്കുമ്പോഴത്തേനും രേവതി ഞാൻ കഴിച്ചോളാം സച്ചേട്ട, ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞത് അങ്ങോട്ട് വാങ്ങി. പിന്നീട് സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടാ, സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, അതേ പൂജാമുറി ചെന്ന് ഭസ്മത്തട്ടും കൊടുത്തോണ്ട് അതും കൂടെ അങ്ങ് തുടച്ചു വെക്കാലോ എന്ന് പറഞ്ഞു. ഓ, ഇവക്ക് എപ്പം നോക്കിയാലും ഓരോ ജോലികൾ മാത്രമേ ഉള്ളൂ, ജോലി തീർന്ന സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പെറുകുറത്തോണ്ട് പൂജാമുറിയിലേക്ക് പോയി. അങ്ങനെ പൂജാമുറി ചെന്ന് ഭസ്മത്തട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ പട്ടിപ്പൊതിഞ്ഞ ഏലസ് ഇരിക്കുന്നുണ്ട്. ഇതെന്താ ഏലസോ? രേവതി മേടിച്ചു കാണണം അതെനിക്ക്. ചിലപ്പോൾ രേവതി മേടിച്ചായിരിക്കും. രേവതിക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്, ക്ഷേത്രത്തിൽ പോയി ജപിച്ചുകൊണ്ട് വരുന്നേ. അങ്ങനെ സച്ചി അതുമായിട്ട് രേവതിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇടി രേവതി, നീ എനിക്ക് വേണ്ടി പോയി വാങ്ങിച്ചോണ്ട് വന്നാ ഇതല്ലേന്ന് ചോദിച്ചു. എന്ത്? അല്ല, ഈ ഏലസോ? ഏലസോ? അതെ അതെ, എനിക്ക് കെട്ടാൻ വേണ്ടി കൊണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നല്ലേ. അയ്യോ എന്റെ സച്ചേട്ടാ, ഇത് ഞാൻ വാങ്ങിച്ചൊന്നും അല്ലെന്ന് പറഞ്ഞു. അല്ലേ, പിന്നെ ഇതാര് വാങ്ങിച്ചാ? എനിക്കറിയില്ല, ഒരുപക്ഷെ ചിലപ്പോ ഇനി അമ്മയെങ്ങാനും ആയിരിക്കും. ചിലപ്പോ അമ്മയായിരിക്കും. സുധിക്ക് നല്ല കാലം വരാൻ വേണ്ടിയിട്ട് ജപിച്ചോണ്ട് വെച്ചിരിക്കുന്നതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഇത് നിനക്ക് അങ്ങോട്ട് കെട്ടാന്ന് പറഞ്ഞു. എനിക്കെന്തിനാ? എടി, നിനക്കിത് കെട്ടാം. വേണ്ട വേണ്ട സച്ചേട്ടാ, എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് അവിടെ തന്നെ കൊണ്ടേ വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ വേണ്ട. അല്ല, എനിക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പൊ എന്താണെങ്കിലും ഈ തവണ ഇത് നമുക്ക് അങ്ങോട്ട് എടുക്കാം. അമ്മ നല്ലത് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് പോയി ആഗ്രഹിച്ച് മേടിച്ചോണ്ട് വന്നതല്ലേ, അപ്പൊ ഇത് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. വേണ്ട സച്ചേട്ടാ, എടി നിന്റെ കയ്യിൽ തന്നെ ഞാൻ കെട്ടിത്തരാന്നും പറഞ്ഞോണ്ട് സച്ചി നിൽക്കുമ്പോ രേവതി പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രൻ വന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ ഇവിടെ? അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അച്ഛൻ ഈ ഹേൽസ് കണ്ടോ? ഇതെന്താടാ? അമ്മയും കണ്ട് ജപിച്ചോണ്ട് വെച്ചാന്ന് തോന്നേ, നല്ലത് വരാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇങ്ങെടുത്തെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ എന്റെ അച്ഛാ, ഇതിലൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അല്ല, ഞാൻ ഓർക്കുകയും ചെയ്തു, നീ ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ നീ എന്തിനാ എടുത്തേന്ന്. സാധാരണ വിശ്വാസം ഇല്ലാത്തതാണല്ലോ. അല്ലച്ചാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? എടാ, നിന്റെ അമ്മയുടെ കാര്യം സ്വഭാവം അറിയാലോ. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ എനിക്കിങ്ങനെ ഓരോ ഇല സേവിച്ചുകൊണ്ട് തരുമായിരുന്നു. എൻ്റെ കയ്യിലും അരയിലും
ഒക്കെ എനിക്കിങ്ങനെ ഏലസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. പക്ഷെ കാര്യമുണ്ട് കേട്ടോ. ചില ഏലസ് ഒക്കെ കെട്ടിക്കഴിയുമ്പം അതിന്റെ പവർ അതെനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പറഞ്ഞു. ആണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം. സുതിക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നാന്ന് തോന്നേ. അച്ഛൻ ഇതും കൂടെ കെട്ടിക്കോളാൻ പറഞ്ഞു. എടാ അത് ഞാന് അച്ഛൻ ആ കൈയും കൂടെ കൊണ്ടുപോവാ, ഞാൻ കെട്ടാന്നും പറഞ്ഞോണ്ട് അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുവാണ്. അച്ഛനെന്താണെങ്കിലും നല്ലത് മാത്രമേ വരത്തുള്ളൂ. അമ്മ എന്താണെങ്കിലും സുതിക്ക് നല്ലത് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്ന ഏലസ് ആയിരിക്കും എന്ന് പറഞ്ഞു. രവീന്ദ്രൻ അറിയില്ലല്ലോ. രവീന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ആ ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. ഇതേ സച്ചേട്ടാ, അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ്റെ സമാധാനം പോകട്ടോ. അമ്മ വന്നു കഴിയുമ്പോഴത്തേനും സച്ചേട്ടനെ ചോദ്യം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് കയറിപ്പോയി. ഇതേ സമയം ശ്രുതി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മീര വന്നിട്ട് പറഞ്ഞു, ഇതേ നീ ആ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഏലച്ചനൊക്കെ ഇത്ര പവറും കാര്യങ്ങളും കാണുമോ? അതൊക്കെ വെറുതെയാന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല ഭാമാൻറ്റി പറഞ്ഞ്. എത്ര ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അയാളെ ജയിച്ചു കൊടുക്കുന്ന ഏലത്തിന് ശക്തി ഉണ്ടെന്നാ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എന്നെ സുധിയേയും തമ്മിൽ തള്ളെ അകറ്റൂ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സുധിയെ എന്നിലേക്ക് നടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും എൻ്റെ അമ്മായിമ്മ അതിലൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പം നീ എന്ത് ചെയ്യാനാ പുറപ്പാട്? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഇതുപോലെ ഒരു ഏലസ് വാങ്ങിയിട്ടെ അത് അങ്ങോട്ട് കെട്ടിക്കൊടുക്കും സുധിക്കെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ശ്രുതിക്ക് തന്നെ കെട്ടിക്കൊടുക്കണമെന്നില്ലല്ലോ. അല്ല നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ? അതിനൊക്കെ മാർഗം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ശ്രുതി എന്ത് ചെയ്തു? ആ സ്വാമിയെ കാണാനായിട്ട് ചെന്നു. സ്വാമിയെ കണ്ട് സ്വാമിയോട് പറഞ്ഞു, സ്വാമി എന്നെ എൻ്റെ ഭർത്താവിനെയും തമ്മിൽ എൻ്റെ അമ്മായിമ്മ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിപ്പം അല്ല സ്വാമി, എനിക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടിയേ തീരുവുള്ളൂ. സ്വാമി ഒരു ഏലസ് ജപിച്ചു തരണം, എൻ്റെ ഭർത്താവിൻ്റെ കയ്യെ കെട്ടാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഏലസ് ജപിച്ചു കൊടുത്തു. പിന്നീട് അത് എവിടെ കെട്ടണ്ടേ ഇങ്ങനെയെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് ദക്ഷിണയും കൊടുത്തിട്ടാണ് ശ്രുതി സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെയൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിലും. ഈ സമയത്ത് ഏലസൊക്കെ കെട്ടി രവീന്ദ്രൻ മുറിയിലേക്ക് വന്നിട്ട് ഈ പിള്ളേരുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏലസൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് രവീന്ദ്രൻ ആ കാഴ്ച കാണുന്നത്. കട്ടിലെ ചന്ദ്രമതിയുടെ കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ സാരിയൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. പെട്ടെന്ന് രവീന്ദ്രൻ അവിടെ കിടന്ന് ഇടി ചന്ദ്രേന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട്, എന്തിനാ മനുഷ്യ നിങ്ങളിങ്ങനെ വിളിച്ചലർന്നേ? ഇതെന്താടി നീച്ചു? ഇതെന്താ ഡ്രസ്സ്? നിന്നോട് പല തവണ പറഞ്ഞിട്ടില്ലേ? കയ്യൊക്കെ ചൂണ്ടിക്കൊണ്ടാണ് പറയണത് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടലെന്ന്. പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറത്തില്ലേ? അതിനിപ്പോ എന്താ? ആ ഡ്രസ്സ് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എടി അതൊക്കെ എടുത്ത് ഒതുക്കി ഇസ്തിരി ഇട്ട് അലമാരിക്കകത്ത് മടക്കി വെക്കണം നിനക്കറിയില്ലേ? അപ്പോഴേക്ക് സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞതിന്റെ കലിപ്പ് ചന്ദ്രമതി അവരോട് തീർക്കണം. എപ്പോ നോക്കിയാലും ഒട്ടി നടന്നോണം, നാണമില്ലടാ നിനക്കെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടി? എടി സ്നേഹം ഉള്ളതുകൊണ്ട് അങ്ങനെ നടക്കുന്നേ, എടി അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു രവീന്ദ്രൻ. ചന്ദ്രയ്ക്ക് നേരെ തിരിവാണ്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എടി രേവതി, നീ പെട്ടെന്ന് ഇതെല്ലാം കൂടെ ചെയ്യാനായിട്ട് ചന്ദ്രമതി പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അല്ല എന്റെ ഭാര്യ എന്തിനത് ചെയ്യണം? അത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ശരിയാണല്ലോ, നിന്റെ ഡ്രസ്സല്ലേ ഇത്, നിനക്കത് എടുത്തു വെക്കാവുന്നല്ലേ ഉള്ളൂ, അത് അവള് ചെയ്യണമെന്ന് എന്നാ നിർബന്ധം? മര്യാദയ്ക്ക് എടുത്തു വെക്കാനും പറഞ്ഞിട്ട് കയ്യൊക്കെ ഞൊടിച്ചുകൊണ്ട് ചന്ദ്രമതി എടുത്തേക്കുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എടുത്തു വെച്ചില്ലെങ്കിലോ? എടുത്തു വെച്ചില്ല ഞാൻ ആരാന്ന് നീ അറിയൂന്ന് പറഞ്ഞു. എന്ത് കാണിക്കുന്നു? കാണിച്ചാലാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ തല്ലാനായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും സച്ചിന്റെ അവധിയും കയറി പിടിച്ചു. രവീന്ദ്രൻ വിട്ടില്ല. എന്നെ വിടറാ, ഇന്ന് ഇവൾക്കിട്ട് ഞാൻ കൊടുത്തിട്ടോളെന്നും പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു രവീന്ദ്രന്. ചന്ദ്രമതി അന്തം വിട്ട് ഞെട്ടിത്തരിച്ചിരിക്കുക. എങ്ങനെയാണെന്നും മനസ്സിലായില്ല. രവീന്ദ്രൻ ഇത്ര ദേഷ്യം ആദ്യമായിട്ട് കാണുന്നതാണ്. ഏലസിന്റെ പവറാന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് അറിയില്ലോ. അങ്ങനെ രവീന്ദ്രനെ കൂട്ടി സച്ചിയും രേവതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ആലോചിക്കുക, എന്റെ ഭഗവാനെ എന്തു പറ്റി രവിയേട്ടന്, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഭാമയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ഭാമ ചോദിച്ചു, ഇതെന്താ നീ ഈ സമയത്ത്? അതെ, ഒരാവശ്യത്തിന് വേണ്ടി വന്നാ, എന്താളും മരിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. അല്ല നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ ശ്രുതി. അതെ, ഞാനൊരു ഏലസ് വാങ്ങിയിട്ടുണ്ട്. ഓ, ശ്രുതിയുടെ കയ്യെ കെട്ടാനായിരിക്കും. ഒരെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ അതുകൊണ്ട് കെട്ടിക്കൊടുക്ക്. അതെ, ഞാൻ കെട്ടിക്കൊടുത്താൽ ശരിയാകത്തില്ല. പിന്നെയോ? അതെ, എനിക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റില്ലെന്ന് അറിയാലോ. അതുകൊണ്ട് ബാമാൻ്റെ തന്നെ ഇത് എൻ്റെ അമ്മായിമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ചന്ദ്രയുടെ കൈ ഞാൻ കൊടുക്കാനോ? അതെ, ഇത് കൊടുത്തിട്ട് പറയണം സുധയുടെ കൈ കെട്ടാൻ. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അടുത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് എന്നെ സംശയമാവെന്ന് പറഞ്ഞു. ആൻറ്റി ചെയ്തേ മതിയാവുള്ളൂ, ആൻറ്റി പറഞ്ഞ അനുസരിക്കും. എടി അതെങ്ങനെ ഞാൻ ചെയ്യുന്നേ? അതെ, ആൻറ്റി ഇന്ന് ടൗണിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും വലിയ ദിവ്യശക്തനായ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ ജപിച്ചു തന്ന ഏലസാണിത്. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ശ്രുതിയെ അവൻ നന്നായിട്ട് വെറുക്കും, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കും എന്നൊക്കെ പറഞ്ഞാൽ മതി. അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സമ്മതിക്കുമെന്ന് പറഞ്ഞു.
എൻ്റെ അമ്മായിമ്മ. എടി എന്നാലും ഞാൻ എങ്ങനെ ചെയ്യുന്നേ, ആൻറ്റി ചെയ്യുമോ ഇല്ലയോ അതോ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരത്തിലേക്കൊക്കെ നോക്കുവാണ്. അപ്പോഴേക്കും ഭാമ പറഞ്ഞു ശരി ഇങ്ങ് തന്നേരെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഭാമയ്ക്ക് വേറെ നിവൃത്തിയില്ല. ഇനി ഇവൾ എവിടെങ്ങാനും കിടന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ തൂങ്ങേണ്ട വരുമല്ലോ എന്ന് ചിന്തയായിരുന്നു ഭാമയുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.